ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹമുള്ളവർക്ക് ചോറ് കഴിക്കാമോ? മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരം ചോറായതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് ചോറ് കഴിക്കാമോ എന്ന കാര്യത്തിലും സംശയമുണ്ടാകാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് കരുതി പ്രമേഹമുള്ളവർ ചോറ് പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിർബന്ധമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പ്രമേഹമുള്ളവർ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചോറ് ഏത് രീതിയിൽ എങ്ങനെ തയ്യാറാക്കണം, ചോറ് കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. പ്രമേഹമുള്ളവർ ചോറ് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചോറ് കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വെള്ള അരിയേക്കാൾ തവിടുള്ള അരി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. തവിടുള്ള അരിയിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തവിട് അടങ്ങിയതിനാൽ വലിയ അളവിൽ നാരുകളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരിയാഹാരം കഴിക്കുമ്പോൾ അന്നജത്തെ വലിച്ചെടുത്ത് കൊഴുപ്പാക്കി മാറ്റുന്നത് തടയുന്നതിന് ഈ നാരുകൾ സഹായിക്കുന്നു. അതിനാൽ പ്രമേഹമുള്ളവർക്ക് തവിടടങ്ങിയ അരി കഴിക്കുന്നതാണ് നല്ലത്. ചുവന്ന അരി വെള്ള അരിയെ അപേക്ഷിച്ച് പ്രമേഹത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചോറ് കഴിക്കുന്നവർ മിതമായി കഴിക്കണം. വയർ നിറയെ, അതായത് കൂടുതൽ അളവിൽ ചോറ് കഴിക്കരുത്. ഇത് ദോഷമേ വരുത്തൂ. കഴിക്കുന്ന ചോറിലെ കാർബോഹൈഡ്രേറ്റ് അളവും ഗ്ലൈസെമിക് ഇൻഡെക്സ് സ്കോറുമെല്ലാം തന്നെ കണക്കിലെടുക്കുക. ചിലതരം അരികളിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഒരു ഭക്ഷണത്തിൽ 45 മുതൽ 60 ഗ്രാം കാർബോഹൈഡ്രേറ്റുകൾ മാത്രമേ അടങ്ങാവൂ എന്ന കാര്യം ഉറപ്പുവരുത്തുക. സാധാരണ ഊണ് കഴിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് ഈ പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രം ചോറെടുക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് പരിപ്പ് പയർവർഗ്ഗങ്ങൾ കൊണ്ടുള്ള കറികളോ, അല്ലെങ്കിൽ മുട്ടക്കറിയോ, അല്ലെങ്കിൽ മീൻ കറിയോ, അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇലക്കറികളോ അല്ലെങ്കിൽ മറ്റു പച്ചക്കറികളോ കൊണ്ടുള്ള തോരനോ മറ്റോ കൂടുതലായി എടുക്കണം. പിന്നെ സാലഡ് നിർബന്ധം. ഇങ്ങനെയാണ് ചോറ് കഴിക്കുന്നവർ കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ പ്രോട്ടീൻ, ഫൈബർ എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാസ്മതി റൈസ്, ബ്രൗൺ റൈസ്, വൈൽഡ് റൈസ് എന്നിവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 56 മുതൽ 69 വരെയാണ്. എന്നാൽ അതേസമയം വലിപ്പം കുറഞ്ഞ വെള്ളയരിക്ക് GI സ്കോർ 70-ൽ മുകളിലാണുള്ളത്. അതിനാൽ GI സ്കോർ കുറവുള്ള അരി പ്രമേഹമുള്ളവർ ഉപയോഗിക്കുക. ഇനി അരി കുക്കറിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് പാത്രങ്ങളിലോ വെച്ച് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ലതല്ല. അതായത് അരിയിലെ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം. ചോറ് വാർത്ത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ചോറിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കൂടുതലായിരിക്കും. അടുത്തത്, ചോറ് വയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നതോ അല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുന്നതോ നല്ലതാണ്. ഇത് ചോറിൻ്റെ മണവും സ്വാദുമെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഇതിൽ കറുവപ്പട്ട, വെളുത്തുള്ളി, ഇഞ്ചി പോലുള്ള സ്പൈസസ് ചേർക്കുന്നതും നല്ലതാണ്. ഇത്തരം സ്പൈസസ് എല്ലാം ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. സ്വാദിലും അല്പം വ്യത്യാസമുണ്ടാകും. ചോറ് വാർക്കുമ്പോൾ ഇതെല്ലാം എടുത്തു മാറ്റിയാൽ മതി. ചോറ് കഴിക്കുമ്പോൾ ചോറിനോടൊപ്പം എപ്പോഴും നാരുകളും പ്രോട്ടീനും പച്ചക്കറികളും ഉപയോഗിക്കാം. ഇത് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും. 1/2 കപ്പ് ചോറിൽ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റുകളാണുള്ളത്. അതിനാൽ ചോറ് കഴിക്കുന്നവർ മിതമായ അളവിൽ മാത്രമേ ചോറ് കഴിക്കാവൂ. ഇനി ചോറിന് പകരം ചപ്പാത്തി, മില്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി. ചോറ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഈ പറഞ്ഞ രീതിയിലാണ് ചോറ് കഴിക്കേണ്ടത്. ഇനി ഷുഗർ ഉള്ളവർ കൃത്യമായി വ്യായാമം ചെയ്യണം, കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്